അപ്പോൾ നമ്മളുടെ ടെക്നിക്സ് ഹൈ പെർഫോമൻസ് ബെൽ ഡ്രൈവ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു മീറ്റിയോർ 350 മോഡലാണ്. ചേട്ടൻ വന്നിട്ടുള്ളത് പൊള്ളാച്ചിയിൽ നിന്നാണ് കേട്ടോ. ആക്ച്വലി പുള്ളിയുടെ വീട് ട്രിവാൻഡ്രം പൊള്ളാച്ചിയിൽ നിന്നാണ് പുള്ളി വന്നിട്ടുള്ളത്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ചെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് മാറി ബെൽറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് വ്യത്യാസം ചേട്ടൻ ആദ്യം ഫീൽ ചെയ്തത്? ഞാനൊരു 3 കിലോമീറ്റർ ഓടിച്ചു നോക്കിയായിരുന്നു. ഓടിച്ചു നോക്കിയതിൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അതായത് എനിക്ക് മുമ്പ് ചെയിനിലാകുമ്പോഴത്തേക്ക് അധികം മെയിൻ്റനൻസ് ചെയ്യാറില്ല. അപ്പോൾ കാലിന് ആ ഒരു വൈബ്രേഷൻസ് നല്ലോണം ഫീൽ ചെയ്യും. ഇപ്പോൾ അത് നല്ല ഡിഫറൻസ് ഉണ്ട്. ഒട്ടും വൈബ്രേഷൻസ് ഇല്ല, സോഫ്റ്റായി. പിന്നെ പുള്ളിയും കുറച്ച് കൂടി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പെർഫോമൻസിൽ ചെറിയൊരു മാറ്റം അതാ പറഞ്ഞത്, പുള്ളിങ് കുറച്ച് ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഹയർ എൻഡും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഓടിച്ചു പോകാൻ ട്രൈ ചെയ്യാനുള്ളൂ. പക്ഷേ കുറച്ചും കൂടിയും വണ്ടി ഇനി ഗ്രിപ്പായി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ഇനിയും കുറച്ചും ബെറ്റർ ആവുള്ളൂ. കാരണം ഇത് ഒന്ന് സീറ്റിംഗ് ആയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇട്ട വശം നമ്മൾ ഓടിക്കുന്നതും ഇനി ഒന്ന് സീറ്റിംഗ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് അത് ഇതിലും ബെറ്റർ ആയിരിക്കും. അതെന്തായാലും നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ ഇതിൽ ഇനി ചെയിൻ ലൂബ് ചെയ്യണ്ട എന്നുള്ള ഒരു സംഭവത്തിനോട് നിങ്ങൾ എങ്ങനെയാണ്, എത്ര സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു കാര്യത്തിൽ? 300 കിലോമീറ്റർ അതിൻ്റെ ഇടയിൽ മഴ വന്നു കഴിഞ്ഞാൽ വീണ്ടും പണിയാണ്. അപ്പൊ ലൂബ് ചെയ്യേണ്ടി വരും, ക്ലീൻ ചെയ്യേണ്ടി വരും, ആവശ്യമായ പരിപാടികളുണ്ടായിരുന്നു. അതുപോലെ റീടെൻഷനിങ് ഇല്ല ഇടയ്ക്കിടയ്ക്കുള്ളത്. അപ്പൊ ഒരു ഫ്രീഡം കിട്ടുകയാണ് നിങ്ങൾക്ക്, സന്തോഷമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഹാപ്പി ജേണി. നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ചേട്ടൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് നല്ല അഭിപ്രായം. ഞാനും സെയിം മീറ്റിയോർ 350 തന്നെയാണ് യൂസ് ചെയ്യണത്. ഞങ്ങൾ ആക്ച്വലി പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആള് പൊള്ളാച്ചിയിലാണ്, ആളുടെ വീട് തന്നെ ട്രിവാൻഡ്രത്താണ്, നമ്മൾ തൃശ്ശൂരുകാരനാണ്. അപ്പോൾ നമ്മൾ തമ്മിലുള്ള ഒരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിയോർ വണ്ടി എടുത്ത തന്നെയാണ്. അപ്പോൾ മീറ്റിയോർ വണ്ടി എടുത്ത വഴിക്ക് തന്നെ നമ്മൾ മീറ്റിയോറിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കാനായിട്ട് ഗ്രൂപ്പുകൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത സമയത്താണ് മീറ്റിയോർ റൈഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടീം കാണുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. ആളുടെ വണ്ടിയിലായാലും എൻ്റെ വണ്ടിയിലായാലും ആ മീറ്റിയോർ റൈഡ്സിൻ്റെ ഒരു എംബ്ലം കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയം. ഇവിടെ തൃശ്ശൂർ വന്നു ആളത് ഫിറ്റ് ചെയ്ത സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയിലും ആ ബെൽറ്റ് ഫിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 മാസം മുമ്പാണ് ഇപ്പോൾ ചെയിൻ നമുക്ക് സ്റ്റോക്ക് വരുന്ന ചെയിൻ മാറ്റിയിട്ട് ഞാനിപ്പോൾ ചെയിൻ റീപ്ലേസ് ചെയ്ത്. ആ ഒരു ഇത് മാറി കഴിയുമ്പോൾ, അതായത് നെക്സ്റ്റിന് റീപ്ലേസിൻ്റെ സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ബെൽറ്റ് തന്നെ പ്രിഫർ ചെയ്യും. കാരണം എനിക്ക് ജസ്റ്റ് കുറച്ച് ദൂരം ഓടിച്ചുള്ളതെന്നുണ്ടെങ്കിലും എനിക്ക് ആ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലായി. കാരണം നമ്മൾ ആ സെയിം വണ്ടി ഓടിക്കുന്ന കാരണം നമ്മൾ റെഗുലറായിട്ട് ആ വണ്ടിയാണ് യൂസ് ചെയ്യണമെന്നുള്ള കാരണം നമുക്കത് മനസ്സിലായി കൃത്യമായിട്ട്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഓടിക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. പുള്ളിങ്ങിൻ്റെ കാര്യത്തിലായാലും സൗണ്ടിൻ്റെ കാര്യത്തിലായാലും. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു റൈഡ് പോണ നമ്മൾ റൈഡേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ റൈഡ് പോണ സമയത്തൊക്കെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വിത്ത് ചെയിൻ ലൂബ് ക്ലീനറൊക്കെ കൊണ്ടാണ് നമ്മൾ പോവുക. കാര്യം ഇപ്പോൾ മൂന്നാർ പോയി വരണമെന്നുണ്ടെങ്കിൽ പോലെ ഒരു 300 കിലോമീറ്റർ 400 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ലൂബ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിലേക്ക് ചിന്തിക്കേണ്ട. പിന്നെ നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രീഡം കിട്ടുകയാണ് റൈഡിൻ്റെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ബെൽറ്റ് പ്രിഫർ ചെയ്യും. താങ്ക് യു സോ മച്ച്.
മാറ്റായ